ബിജെപിക്ക് തിരിച്ചടി. തിരുവനന്തപുരം നഗരസഭയിലെ 20 ബിജെപി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ബലിദാനികളുടെ അടക്കം പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നത്. ഈ കൗൺസിലർമാരോട് 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി നിർദ്ദേശവും നൽകി. അപർണ KS ചേരുന്നു വിവരങ്ങളുമായി. അപർണ, ഏതായാലും ബിജെപിക്ക് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിൽ കഴിഞ്ഞ നടന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ഇതിലാണ് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 ബിജെപി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ ഹൈക്കോടതി അസാധു ആക്കിയിരിക്കുന്നത്. അതായത് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇത്തരത്തിൽ അസാധു ആക്കിയിരിക്കുന്നത്. വരുന്ന 4 ആഴ്ചയ്ക്കുള്ളിൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. SP ദീപക് നൽകിയ ഹർജിയിലാണ് കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ശ്രീ പത്മനാഭസ്വാമി, ശബരിമല അയ്യപ്പൻ തുടങ്ങി നിരവധി പേരുകൾ ദൈവങ്ങളുടെ പേര് ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ 20 BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അന്ന് തന്നെ അത് ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി LDF രംഗത്തെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതും അവരുടെ കൗൺസിലർ സ്ഥാനം അടക്കം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി നൽകിയത്. എന്നാൽ ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ 20 കൗൺസിലർമാരും 4 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ നടത്തണമെന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം മേയർ VV രാജേഷ് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. BJP മേയർ VV രാജേഷ് കൗൺസിലർമാരെ കാണുന്നതോടുകൂടി തന്നെ ഇനി തുടർ നടപടികൾ എന്താകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുന്നതായിരിക്കും. ദീപ്തി, ഏതായാലും തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്.